പഹൽഗാം ഭീകരാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വരുന്നു. പഹൽഗാം മുഴുവൻ ഇപ്പോൾ സുരക്ഷാ കവറിലാണ്. എന്നാൽ കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണത്തിനും നുഴഞ്ഞുകയറ്റത്തിനും ശ്രമിച്ച ഭീകരവാദികളെ സൈന്യം പിടികൂടിയെന്ന വാർത്ത വരുന്നുണ്ട്. ഈ പഹൽഗാമിന് പിന്നാലെ ഉറി മേഖലയിൽ നുഴഞ്ഞുകയറ്റാനുള്ള ഭീകരരുടെ ശ്രമം സൈന്യം തകർത്ത് കളഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട്. അതുപോലെ മാത്രമല്ല, ബാരാമുള്ളയിൽ 2 ഭീകരരെ സേന വധിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. ഭീകരിൽ നിന്ന് ആയുധശേഖരം പിടിച്ചെടുത്തതായും റിപ്പോർട്ടുണ്ട്. കൊല്ലപ്പെട്ട ഭീകരരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ഇതിനിടെ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന ആരോപണം പാകിസ്ഥാൻ സ്റ്റേറ്റ് വേ നിഷേധിച്ചു കഴിഞ്ഞു. പാക് ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. പി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ദിലീപ്, നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കാശ്മീരിൽ നിന്ന് എന്തൊക്കെയാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം പഹൽഗാമിലെത്തും. അദ്ദേഹം ഈ സ്ഥലത്ത് വ്യോമ നിരീക്ഷണവും നടത്തും. സ്ഥിതിഗതികൾ നേരത്തെ തന്നെ ജമ്മു കാശ്മീരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ അവിടുത്തെ സൈന്യത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായുമൊക്കെ അമിത്ഷാ ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം മരണമടഞ്ഞവരെ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചതിനു ശേഷമായിരിക്കും ഈ പഹൽഗാമിലേക്ക് തിരിക്കുക. ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കാണുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അടിയന്തര യോഗം ചേർന്നിരുന്നു. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. രാവിലെ 11 മണിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നുണ്ട്. നിലവിലെ സ്ഥിതിഗതികളും തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളുമൊക്കെ ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗമാകും ചർച്ച ചെയ്യുക. അതേസമയം ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന ആരോപണം പാകിസ്ഥാൻ നിഷേധിച്ചിരിക്കുകയാണ്. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഇക്കാര്യം പറഞ്ഞത്. പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ പങ്കില്ല, ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടായ ആക്രമണമാണ് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങൾക്ക് കഴമ്പില്ല എന്ന കാര്യം പകൽ പോലെ തന്നെ വ്യക്തമാണ്. പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നത്. ആക്രമണത്തിന് പിന്നിൽ ഏതാണ്ട് 5 മുതൽ 8 വരെ ഭീകരരുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇതിൽ 5 പേരും പാകിസ്ഥാൻകാരാണ് എന്നതും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ വേനൽക്കാലമാകുന്നതോടുകൂടി ആക്രമണം ഉണ്ടായേക്കും, ഭീകരാക്രമണം ഉണ്ടായേക്കും, ഭീകരർ നുഴഞ്ഞു കയറുന്നതിനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയിച്ചിരുന്നു. അതിനെ തടയിടാനുള്ള പ്രതിരോധ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു വന്നതാണ്. മാർച്ച് 10-ാം തീയതി ജമ്മുവിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഏപ്രിൽ 6-ാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ സംയുക്ത സൈനിക യോഗം സൈനിക ഉയർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തും ഇത് തടയുന്നതിനുള്ള നടപടികളൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഈ മഞ്ഞ് കൊടും ചൂടാവുന്നതോടുകൂടി തന്നെ ഈ മഞ്ഞ് ഉരുകി. ഇതിനിടെയാണ് ഭീകരർ ആ സ്ഥലത്തു കൂടി, അതായത് ബൈസാരൻ എന്ന് പറയുന്ന ആ താഴ്വരയിലെ കുന്നുകൾ അതുവഴി, ആ മലനിരകൾ വഴി ഭീകരർ ഇവിടേക്ക് കടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി അനുമാനിക്കുന്നത്. അതേസമയം തന്നെ നിയന്ത്രണ രേഖയിൽ പലയിടത്തും, പ്രത്യേകിച്ച് ബാരാമുള്ളയിലെ ഉറി സെക്ടറിലടക്കം അവിടെ നിന്ന് നുഴഞ്ഞുകയറ്റ ശ്രമം, പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവർ, അവരിൽ നിന്ന് AK-47 തോക്കുകളടക്കം നിരവധി ആയുധങ്ങളും പിടിച്ചെടുത്തതായി സൈന്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. SK